ഹായ് ഗായ്സ്, ഇന്ന് നമുക്ക് പൊന്നൂസിൻ്റെ സ്കൂളിലേക്ക് പോയാലോ? അവിടെ ഓണപരിപാടിയാണ്. അപ്പം നമുക്ക് ഇന്ന് അടിച്ചൊന്ന് പൊളിക്കണം. സ്കൂളിലൊക്കെ പോയി കുട്ടികളുടെ കൂടെയും ടീച്ചേഴ്സിൻ്റെ കൂടെയൊക്കെ ഒന്ന് അടിച്ച് പൊളിച്ചേക്കാം. അപ്പം നമുക്കിന്ന് സ്കൂളിലാണ്, സദ്യയുണ്ട്, പരിപാടികളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം അത് നമുക്ക് അടിച്ച് പൊളിച്ചാലോ? അപ്പം നേരെ സ്കൂളിലോട്ട് വിട്ടാലോ? പോകാം സ്കൂളിലേക്ക്. സ്കൂളിൽ ആദ്യം തന്നെ മാവേലിയെ വിളിച്ചുകൊണ്ട് വരികയാണ്. മാവേലിയാണ് നമ്മുടെ മെയിൻ എന്നറിയാലോ. മാവേലിയൊക്കെ ആയിട്ട് ഒരു കുട്ടി ഒരുങ്ങി അതിനെ കുറച്ച് കുട്ടികളുമുണ്ട്. അങ്ങനെ മാവേലി വന്നു. മാവേലി ആശംസകളൊക്കെ പറഞ്ഞു. അതിനുശേഷം മാവേലിയെ ഒരു സൈഡിൽ ഇരുത്തി നമ്മൾ. അതിനുശേഷം ടീച്ചേഴ്സ്മാർ നമ്മുടെ എച്ചമ്മിനെ വിളിച്ചു. എച്ചമ്മ ഒന്ന് ഓണത്തിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞ് സംസാരിച്ചു. പിന്നെ നമ്മുടെ എന്താ പറയുക, ഓണം സംബന്ധമായിട്ടുള്ള കുറച്ച് കളികൾ ഉൾപ്പെടുത്തിയ കുറച്ച് കളികളൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ കുട്ടികളെയും കൂടെ കൂട്ടി അങ്ങനെ ഭയങ്കര ഒരു എന്താ പറയുക, നമ്മൾ ഇത്രയും കാലം ഇപ്പോൾ ഒരു സ്കൂൾ ലൈഫൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോഴത്തേക്കിന് വീണ്ടും നമ്മുടെ ആ ഒരു ഓണക്കാലം നമുക്ക് തിരിച്ചു കിട്ടിയൊരു ഫീലിങ്സാണ് ഉണ്ടാകുന്നത്. സത്യം പറഞ്ഞാൽ ഇന്ന് കുഞ്ഞിൻ്റെ കൂടെ പോയി കുഞ്ഞിൻ്റെ സ്കൂളിൽ ഇതെല്ലാ പരിപാടിക്കും ചേർന്ന് നിന്ന് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് എൻ്റെ ചെറിയ ബാല്യകാലമാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പം നല്ല ഒരു എന്താ പറയുക, എന്നത്തേക്കാളും നിന്ന് ഞാൻ നല്ല ഹാപ്പിയാണ്. അതിനുശേഷം പൊന്നൂസിൻ്റെ ക്ലാസ്സിലെ കുട്ടികളും, അതായത് LKG UKGയിലെ കുട്ടികളുടെ ഒരു തിരുവാതിരകളിയായിരുന്നു. അവളധികം ഒന്നും നേരെ കളിച്ചൊന്നുമില്ല. അവൾക്ക് ലാസ്റ്റ് ടൈം ആയപ്പോഴായിരുന്നു അവളെ അത് തിരുവാതിരയിൽ ചേർത്ത്. അപ്പം ഡാൻസ് പഠിക്കാൻ ഇച്ചിരി പാടുണ്ടായിരുന്നു. കൊച്ചു കുഞ്ഞല്ലേ, അപ്പം എന്നാലും കുറച്ചൊക്കെ കളിച്ചൊപ്പിച്ചു. അങ്ങനെ അവളുടെ കളി കഴിഞ്ഞു. പിന്നെ നമുക്ക് ഇതുണ്ടായിരുന്നു, കസേരകളികളുണ്ടായിരുന്നു. LKGയിലെ കുട്ടികളുടേത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം UKGയിലെ കുട്ടികളുടേതും തിരുവാതിര കളി ഉണ്ടായിരുന്നു. പിന്നെ 1 മുതൽ 5 വരെയുള്ള കുട്ടികളുടെ പരിപാടികളും ഉണ്ടായിരുന്നു ഇതിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് സിംഗിൾ ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെ 2 പേരുടെ ഗ്രൂപ്പ് ഡാൻസ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു എന്താ പറയുക, സിംഗിൾ സോങ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഓണത്തിൻ്റെ പാട്ട് പാടാനായിട്ട് കുറച്ച് കുട്ടികൾ, കൊച്ചു കുഞ്ഞുങ്ങളായതുകൊണ്ടൊക്കെ പാടാനായിട്ട് ഓരോരുത്തർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എങ്കിലും കുട്ടികളൊക്കെ നന്നായിട്ട് എല്ലാം സ്റ്റൈലായിട്ട് ചെയ്തു. പൂക്കളവും സത്യം പറഞ്ഞാൽ ടീച്ചേഴ്സ്മാർ നമ്മളോട് നേരത്തെ ചെല്ലണം, പൂക്കളമൊക്കെ ഇടണമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ നമുക്ക് നേരത്തെ ഇവിടുന്ന് പോകാൻ പറ്റിയില്ല. 9 മണിയെന്ന് പറഞ്ഞു, 10 മണിക്കാണ് ഇവിടുന്ന് പോയത് തന്നെ. എങ്കിലും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടന്നു. ഞങ്ങളൊക്കെ ഉദ്ദേശിച്ചതിലും നല്ല രീതിയിൽ നടന്നു. അങ്ങനെ കുട്ടികളുടെ തിരുവാതിരകൾ കഴിഞ്ഞിട്ട് എന്താ പറയുക, നമുക്ക് കസേരകളി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ടീച്ചേഴ്സിൻ്റെ സോങ്സ് ഉണ്ടായിരുന്നു. അതുപോലെ കുട്ടികളുടെ മിഠായിക്ക് വരെ നമ്മളിവിടെ കടലയാണ് പറക്കാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തത്. എല്ലാവരും നന്നായിട്ട് ചെയ്തു. ഞാൻ ഓർത്ത LKGയിലെ കുഞ്ഞുങ്ങളൊക്കെ ചെയ്യത്തില്ലായിരിക്കും, അവർക്ക് അറിയത്തില്ലല്ലോ അത്രയൊന്നും. പക്ഷെ അവരെല്ലാം നന്നായിട്ട് ചെയ്തു, അടിപൊളിയായിരുന്നു. എൻ്റെ മകളാണെങ്കിലും ചെയ്തു, മറ്റുള്ള കുട്ടികളാണെങ്കിലും ചെയ്തു. ഇന്നത്തെ ഓണം പരിപാടി എന്തായാലും നല്ല കളർഫുള്ളായിരുന്നു. ഒരു 10-10:15 ആയപ്പോഴത്തേനും സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ടായി നമ്മളൊരു 2:30-3 മണി ആയപ്പോഴത്തേനും സദ്യയൊക്കെ കഴിഞ്ഞ് എല്ലാവരും അവിടെ നിന്ന് പിരിയുകയും ചെയ്തു. പിന്നെ LKGയിലെ കുട്ടികളുടെ ഗേൾസിൻ്റെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബോയ്സ് ഉണ്ടായിരുന്നു. ബോയ്സിൻ്റെയൊക്കെ ഡാൻസ് ഉണ്ടായിരുന്നു. അവരൊക്കെ ആണെങ്കിലും കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ കളിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എല്ലാവരും കളിച്ചു. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ ഇത്രയൊക്കെ പരിപാടി കണ്ട് നമ്മൾ വിശന്നിട്ട് ഇരിക്കുന്ന സമയത്ത് വിശന്ന് ഇരിക്കുമല്ലേ, അപ്പോഴാണ് നമ്മൾ സദ്യയുടെ കാര്യം. ആദ്യം നമ്മൾ കുഞ്ഞുങ്ങൾക്കാണ് സദ്യ കൊടുത്തത്. അതിന് കൊച്ചു കുഞ്ഞുങ്ങളല്ലേ, അവർ ഇത്ര നേരമായിട്ട് വിശന്നിരിക്കുകയല്ലേ, അപ്പോൾ അവരെയാണ് ആദ്യം നമ്മൾ
അവരുടെ എന്താ പറയുക ഫുഡ് കഴിക്കുന്ന റൂമിൽ തന്നെ അവരെ കൊണ്ടിരുത്തിയിട്ട് അവർക്ക് എല്ലാവർക്കും നന്നായിട്ട് ഫുഡ് കൊടുത്തു. അതിനിടയ്ക്ക് എന്താ പറയുക LKG-ക്കാരെ ഇരുത്തി കഴിഞ്ഞ് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് UKG-ക്കാർക്കുള്ള ഫുഡ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ വേറൊരു സൈഡിലായിട്ട് ഫുഡ് കൊടുത്തു. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മൾ പേരൻസും ടീച്ചേഴ്സ്മാരും ഒക്കെ ഫുഡ് കഴിച്ചു. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു ഇന്നത്തെ. സത്യം പറഞ്ഞാൽ ഈ ഒരു ഓണം ഇങ്ങനെ ആഘോഷിക്കാൻ കഴിയുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചതേ അല്ല. അടിപൊളിയായിരുന്നു. എല്ലാവരും നല്ലതായിട്ട് പെർഫോംസ് ചെയ്തു. നമ്മുടെ കുട്ടികളാണെങ്കിലും പേരൻസിൻ്റെ ആണെങ്കിലും ടീച്ചേഴ്സ്മാരുടെ ആയിരുന്നു എല്ലാവരുടെയും സപ്പോർട്ട് ഉള്ളതുകൊണ്ടുകൂടി ഉണ്ടായിരുന്നത് കൊണ്ട് അടിപൊളിയായിട്ട് പ്രോഗ്രാംസ് നന്നായിട്ട് നടന്നു. അപ്പം ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ കാര്യങ്ങൾ. അങ്ങനെ